أعوذ بالله من الشيطان الرجيم وقل الحق من ربكم فمن شاء فليؤمن ومن شاء فليكفر إنا أعتدنا للظالمين نارا أحاط بهم سرادقها وإن يستغيثوا يغاثوا بماء كالمهل يشوي الوجوه بئس الشراب وساءت مرتفقا إن الذين آمنوا وعملوا الصالحات إنا لا نضيع أجر من أحسن عملا أولئك لهم جنات عدن تجري من تحتهم الأنهار يحلون فيها من أساور من ذهب ويلبسون ثيابا خضرا من سندس وإستبرق متكئين فيها على الأرائك نعم الثواب وحسنت مرتفقا. സൂറത്തുൽ കഹ്ഫ് 29 മുതൽ 31 വരെയുള്ള ആയത്തുകളാണ്. സത്യനിഷേധകരോട് പറയുക, ഈ സന്ദേശം നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ളത് സത്യമാണ്. ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ, നിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെയും ആകാം. എന്നാൽ ഇതിനെ തള്ളിക്കളയുന്ന ധിക്കാരികൾക്ക് നാം നരകം ഒരുക്കി വച്ചിരിക്കുകയാണ്. അതിൻ്റെ ജ്വാലകൾ അവരെ വലയം ചെയ്തു കഴിഞ്ഞു. അവരവിടെ ദാഹജലത്തിനു വേണ്ടി നിലവിളിക്കുമ്പോൾ ഉരുകിയ ലോഹം പോലുള്ള ഒരു ദ്രാവകമായിരിക്കും നൽകപ്പെടുക. അതവരുടെ മുഖങ്ങളെ കരിച്ചു കളയും. എത്ര ദുഷിച്ച പാനീയമാണത്, എത്ര ദുഷിച്ച താവളമാണത്. എന്നാൽ സത്യവിശ്വാസിയാവുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ അവരുടെ കർമ്മഫലം നാം ഒരിക്കലും പാഴാക്കുന്നതല്ല. താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിലായിരിക്കും അവർ. സ്വർണവളകളും പട്ടുടയാടകളും അവർക്ക് അണിയിക്കപ്പെടും. വിശിഷ്ടമായ ചാരുമഞ്ചങ്ങളിൽ അവർ ചാരിക്കിടക്കും. എത്ര വിശിഷ്ടമായ പ്രതിഫലം, എത്ര വിശിഷ്ടമായ താവളം. പ്രപഞ്ചസൃഷ്ടാവായ ഏകനായ സർവശക്തനായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സന്ദേശമാണ് ഈ ദീൻ, ഈ വിശുദ്ധ ഖുർആൻ. ഇതിൽ നിങ്ങൾക്ക് തോന്നിയതുപോലെ മാറ്റം വരുത്തുവാനോ ഭേദഗതികൾ വരുത്തുവാനോ കഴിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദീൻ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്കും പ്രതിഫലത്തിനും അർഹരാകാം. അതല്ല, നിങ്ങൾ ഈ ദീനിനെ നിഷേധിക്കുവാനും തള്ളിക്കളയുവാനുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അടിവരയിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ ഈ ദീനിനെ നിഷേധിക്കുവാനും ധിക്കരിക്കുവാനുമാണ് തയ്യാറാകുന്നതെങ്കിൽ നരകത്താൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ. മരണാനന്തരം ആ കഠിനകഠോരമായ ശിക്ഷയിലേക്കാണ് നിങ്ങൾ ആവദിക്കാൻ പോകുന്നത്. അവിടെ കുടിക്കാൻ നിങ്ങൾക്കൊരു തുള്ളി വെള്ളം പോലും കിട്ടുമെന്ന് കരുതേണ്ടതില്ല. ഉരുകിയൊലിക്കുന്ന ലാവ പോലെയുള്ള ഒരു വസ്തുവാണ് അവിടെ കുടിക്കാനായി നൽകപ്പെടുന്നത്. അത് മുഖത്തേക്ക് അടുപ്പിക്കാൻ പോലും കഴിയില്ല. മുഖങ്ങൾ കരിഞ്ഞു പോകുന്ന ചുട്ടുകിടക്കുന്നൊരു ദ്രാവകമായിരിക്കും അത്. നേരെ മറിച്ച് ഈ സത്യദീൻ സ്വീകരിക്കുന്നതിലൂടെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ക്ഷമിച്ച് സർവസ്വവും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് മരണാനന്തരം പരലോകത്ത് യാതൊരു പ്രയാസവും വിഷമവും ദുഃഖവും ഒന്നും ബാധിക്കുകയില്ല. ഈ ദുനിയാവിൽ വലിയ വലിയ സമ്പന്നന്മാരും രാജാക്കന്മാരുമൊക്കെ ജീവിക്കുന്നതിനേക്കാൾ ഉത്കൃഷ്ടമായ ഉന്നതമായ ജീവിതമാണ് അവരെ കാത്തിരിക്കുന്നത്. സുഖാഡംബരങ്ങളിൽ ആറാടിക്കൊണ്ടുള്ള ഒരു ജീവിതം, യാതൊരു ക്ലേശവും ദുഃഖവും ബാധിക്കാത്ത സന്തോഷകരമായൊരു ജീവിതം. അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്. അഅദത്തു ലി ഇബാദിയ സ്വാലിഹീൻ,
മാല ഐനുൻ റഅത് വല ഉദുനുൻ സമിഅത് വല ഖത്തറ അലാ ഖൽബി ബഷർ. സജ്ജനങ്ങളായ എൻ്റെ അടിമകൾക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ഒരു കാതും ഇതുവരെ കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ മനസ്സിലും ഭാവനയിൽ പോലും കാണാത്ത കാര്യങ്ങളാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.